പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ കടന്നുവന്ന് നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന ഈ മനോഹരമായ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം നമ്മുടെ യൂത്തിൻ്റെ ബാസ്ക്കറ്റ് ബോൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നല്ലൊരു കൂട്ടം അങ്ങോട്ട് പോയിട്ടുണ്ട്. എങ്കിലും ചുരുക്കം പേരായി ദൈവദിനം പഠിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഈ പ്രാവശ്യത്തെ കോൺഫറൻസ് ഏറ്റവും മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷത്തെ അവരുടെ കഷ്ടപ്പാടുകൾ ഈ പ്രാവശ്യം അത് അനുഗ്രഹമായിരുന്നു, അത് വലിയതായിരുന്നു എന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് നല്ലവനാണ്. ഇന്നലെ രാവിലെ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹമായ ബൈബിൾ പറഞ്ഞ് നമുക്ക് കേൾക്കുവാൻ തക്കനിടയായി. ഇന്ന് രാവിലെ സമയം വീണ്ടും നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ 3 സീഡികളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള, അത് പുതിയതായിട്ട് ഇറക്കിയതായ സീഡിയാണ്. ഞാനും പ്രിയ ദാനിയേൽ ചാനുമാണ് ഒന്നിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വേൾഡ് വൈഡ് ഗോസ്പൽ എന്നറിയപ്പെടുന്ന പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇറക്കുന്ന സീഡികളാണ് എൻ്റെ 3 പ്രസംഗങ്ങൾ. പെരുമ്പാവൂരിലെ ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു പെന്തക്കോസുകാരൻ, അദ്ദേഹം മുസ്ലിം. നിങ്ങളെ ചിലരൊക്കെ യൂട്യൂബിൽ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുക. പെരുമ്പാവൂരിൽ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഈസായി എന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ, പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ്. മുസ്ലിം ആകുന്നതിന് മുമ്പ് പല സംശയങ്ങൾ പലരോട് ചോദിച്ചു. അദ്ദേഹം യൂട്യൂബിൽ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മുളക്കടയിൽ തന്നെ 2 പേര് വന്ന് തന്നോട് സംസാരിച്ച് അതിന് തിരിക്കാൻ തക്കണം ശ്രമിച്ചു. താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകിയില്ല. അവസാനം അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നു, യേശുക്രിസ്തു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് താൻ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം യൂട്യൂബിൽ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ ഒരിടത്തും യേശു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഹൃദയം ചൂട് പിടിച്ചു. ഞാൻ ബൈബിളിൽ ഒരു പഠനം ശരിയായിട്ട് നടത്താനിടയായി. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ചില ഉദ്ധരണികൾ എടുത്ത് ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്. അത് 1.5 മണിക്കൂറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് തെളിയിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ പലരും കുഴഞ്ഞു പോകാറുണ്ട്. എന്നാൽ നമ്മളെ കുഴയാതിരിക്കാനാണ് എല്ലാ വർഷവും ഈ സീഡിൽ എനിക്ക് നടക്കുന്നത്. എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, യേശു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുന്ന ശക്തിയാലുള്ള ഒരു പ്രസംഗമാണ്. 100 കണക്കിന് 1000 കണക്കിന് സീഡിൽ പോയി കഴിഞ്ഞു. പെരുമ്പാവൂരിൽ മുഹമ്മദ് ഈസായിക്ക് ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹം അതിന് എതിരായിട്ട് വേണ്ടി യൂട്യൂബിലൊന്നും കേൾപ്പിച്ചില്ല. പ്രസംഗം ഇൻ്റർനെറ്റ് ഇട്ടിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ലിങ്കും അയച്ചു കൊടുത്തു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗങ്ങളായിട്ട് കിടക്കും. നിങ്ങളെ കേൾക്കാൻ കൊണ്ടുപോയി. നിങ്ങളും ഇത് കേട്ടിട്ട് മുഹമ്മദ് ഈസായിക്ക് മറന്നു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം. ദശാംശം തോറ്റാഴ്ച അത് ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആളും ഉണ്ട്. 666 പറഞ്ഞ സീഡിയുണ്ട്. എല്ലാം ഫ്രീയാണ്, പൈസ തന്നാൽ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായിരിക്കും സ്തുതിക്ക്. നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. അടുത്ത വാക്യം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. നമ്മുടെ ഈ പ്രാവശ്യത്തെ കോൺഫറൻസിന് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പെന്തക്കോസ്തിൻ്റെ ശക്തി എന്നുള്ളത്. പെന്തക്കോസ്തിൻ ശക്തി. ഇന്നലെ രാത്രി ഭാഷ COS പറഞ്ഞു അത് ഓണാക്കണം. ഇന്നലെ രാത്രി തന്നെ
അത് ഓണായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ഇന്നലെ രാത്രി നടക്കാൻ കഴിയും. അപ്പം അതിനുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ സമയം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ കർത്താവിനും അവരുടെ അമിത ബലത്തിലും ശക്തി പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട്. ഇതൊരു ബൈബിൾ ക്ലാസ്സാണ്. ഞാനൊരു ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ കോളേജുണ്ട്. എനിക്കൊരു ബൈബിൾ കോളേജുണ്ട്. 44 ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് അത്. നമ്മുടെ ടെന്നീസി പോലും അങ്ങനത്തെ ഒരു കോളേജില്ല. ഈ കോളേജിൽ പോലും 44 അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു കോളേജുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വെബ്സൈറ്റിൽ എവരി ഹോം ബൈബിൾ സ്കൂൾ 44 അധ്യാപകർ പഠിപ്പിക്കുന്ന, അത് വലിയൊരു ഏക്കർ സ്ഥലം, ഒരു 10-50 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അത് കാണാൻ ഒക്കത്തില്ല, നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ കാണാൻ ഒക്കത്തില്ല. അതിലാണ് ബിൽഡിംഗ് സ്ഥിതി. ഇൻ്റർനെറ്റ് ബൈബിൾ കോളേജാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ക്ലാസ്സുകൾ 44 അധ്യാപകരല്ല അത് പഠിപ്പിക്കുന്നു. നിങ്ങൾ അത് സമയമുള്ളപ്പോൾ കേൾക്കണം. worldwidegosspel.org എന്നാണ്. അവർക്ക് അത് ഓർത്തിരിക്കാൻ പ്രയാസമായതുകൊണ്ട് cvandrews.com എന്നടിച്ചാൽ മതി. നിങ്ങൾക്ക് ആ സൈറ്റിൽ cvandrews.com ഈസി ആയിട്ട്. അപ്പം എൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയിരിക്കുകയും ചെയ്യും. ഒന്ന് അടിച്ചു നോക്കാം. cvandrews.com അടിച്ചാൽ ഈ കോളേജിലേക്ക് കടന്നു. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ കുഞ്ഞപ്പി, അദ്ദേഹം എൻ്റെ ഒരു ഉറ്റ സ്നേഹിതനാണ്. അദ്ദേഹം പഠിക്കുന്നതിന് മുമ്പേ ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ് മുളക്കൽ ഹൈസ്കൂളിൽ. ഇന്ന് അദ്ദേഹം ഒരു ഓവർസിയറാണ്. ഞാനിരുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ പുറകിൽ നിന്ന് മാറത്തില്ല. ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹം എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ലോക്കൽ ഭാഷ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവദാസനാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പേര് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഒടുവിൽ കർത്താവിലും സന്തോഷപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവ് ബെഞ്ചമിൻ പാസ്റ്റർ എൻ്റെ ഉറ്റ സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സന്തോഷ് പടിമല. അദ്ദേഹത്തെ കാണുന്നതിന് പേരിന് ഉചിതമായിട്ടുള്ള ചിരിയാണ് അദ്ദേഹം ചിരിക്കുന്നത്. സന്തോഷം. ദൈവം എൻ്റെ ദാസൻ വലിയ പ്രവർത്തനമാണ് ദാസൻ്റെ പ്രദേശത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി 3 വർഷത്തോളമായി ഞാൻ ഈ ഞങ്ങളുടെ ഒരു ബിൽഡിങ്ങിന് വേണ്ടി ഇങ്ങനെ പണപ്പിരിവ് നടത്തി എല്ലാ സ്ഥലങ്ങളിലും കടന്നുപോയി പണപ്പിരിക്കാൻ ഇടയായി. നിങ്ങളെല്ലാവരും സഹായിച്ചു. മനോഹരമായൊരു ബിൽഡിങ്ങിന് ലോറൻസ്വില്ലിൽ പണം ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ സഭയായിട്ടത് ചെയ്തു. ചർച്ചക്കോടിന് 3 ബിൽഡിംഗ് ഇപ്പോൾ അറ്റ്ലാന്റയിലെ മലയാളികൾ ഉണ്ട്. ചർച്ചക്കോട് ഒന്ന് ജോർജിയ ഫുൾഗോസ്പൽ അസംബ്ലി, അവിടെ പാസ്റ്റർ തോമസ് മാത്യു ശുശ്രൂഷിക്കുന്നു. അതും സ്വന്തം ബിൽഡിംഗ്. രണ്ടാമത് കാൽവരി അസംബ്ലി, ഇന്നലെ പാസ്റ്റർ ഷിബു തോമസ്, അവർക്കും ഒരു ചർച്ച് ഉണ്ടാകുവാനിടയായി. ഞങ്ങൾക്കും ഒരു ചർച്ച് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചർച്ചക്കോടിന് 3 ബിൽഡിംഗ് ഈ അറ്റ്ലാന്റയിൽ ഉണ്ടെന്നുള്ളതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അങ്ങനെ ചർച്ചകളുടെ പ്രവർത്തനം ഈ 3 സഭകൾ കൂടി ശക്തിയായിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളി. നമ്മുടെ ഈ ദിവസങ്ങളിലെത്തി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടും എൻ്റെ സാക്ഷികളാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാനമായി സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞതായ ഒരു സന്ദേശമാണ്. അതനുസരിച്ച് അവർ കാത്തിരുന്നു, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ഇവിടെ എഫേസ്യരുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ പെന്തക്കോസ്ത് ശക്തിക്ക് അമിത ബലമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പിന്നെ ഒരു സന്ദേശം പറയുന്നത് അറിയാമോ? പിശാചിനെ കുറിച്ചാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളോട്. പിശാച് എന്ന് പറയുമ്പോഴേ ഇപ്പം ഞാൻ പറയുന്നത് കർത്താവായ യേശു ഇപ്പം വരുമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഉറങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ ഇവിടെ അല്ല, ഇപ്പോഴല്ല, ഉറങ്ങുന്ന പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. എന്നാൽ ആണ്ടോട് അവർ പിശാച് വന്നിരിക്കുന്നു പറഞ്ഞാണല്ലോ എല്ലാവരുടെ സ്ഥിതി അങ്ങ് മാറും. ഈ യേശുവിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും പേടിയാണ് പിശാചിനെ കുറിച്ച് പറയുന്നത്.
ഈ മുമ്പൊരു യോഗത്തിൽ എല്ലാവരും ആശയം കിടന്ന് പ്രസംഗിച്ചെങ്കിലും പലരും കിടന്ന് ഉറക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭൂതം കയറിയ നല്ല സംഭവം. ഭൂതം കയറിയപ്പോഴത്തേക്ക് ഉറങ്ങിയുള്ള എഴുന്നോട്ടുണ്ട് രക്തത്താജയം. കാരണം എന്നറിയോ, ഇവരുടെ ദേഹത്തോട് കയറാതിരിക്കാൻ വേണ്ടി ഇവരാകെ സൂക്ഷിക്കുക. അപ്പം ഈ പിശാചിനെ പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ അതിൻ്റെ ആത്മീയ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. അടിച്ചതുകൊണ്ടോ ചീത്ത വിളിച്ചതുകൊണ്ടോ ഒന്നും പിശാച് ഇറങ്ങിപ്പോകത്തില്ല. ഒരിക്കൽ കാനം വെച്ച് ഇങ്ങനെ പറയുണ്ടായി, ഒരു ദൈവദാസൻ ഒരാൾക്ക് ഭൂതം കയറിയപ്പോൾ ഇറക്കാൻ കടന്നു എന്ന സന്ദർഭത്തിൽ ഇത് നടന്ന സംഭവം. അപ്പം അദ്ദേഹം ചോദിച്ചു, നീ ആരാ? ഞാൻ പുതുപ്പള്ളി പള്ളിയിൽ വരികയാണ്, ഭദ്രകാളി. നീ നിന്റെ പേര് എന്താ? അവകാശം? എനിക്ക് അവകാശമുണ്ട്. ഒരു പുതുപ്പള്ളി ഒരു കോഴിയെ നേർന്നു. ആ കോഴിയെ ഇദ്ദേഹം തന്നെ പിടിച്ച് ഒന്ന് തിന്നു കളഞ്ഞു. അത് മേടിക്കാൻ തക്കാണ് ഞാൻ വന്നതാണ്. അപ്പം നീ ഇറങ്ങിപ്പോകണമെന്ന് ഇറങ്ങിപ്പോത്തിരുന്നു. ആകെപ്പാട് ഈ പാഷക്കത് ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞത് പുള്ളി എടുത്ത വായിക്ക് ഒരു ചീത്ത വിളിച്ചത്. ഇത് നടന്ന സംഭവം. അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാനസോഷനാണോ പറഞ്ഞത്? ആനച്ചൻ പറഞ്ഞ കാര്യം. അതായത് ഇതിനൊരു യോഗത്തിൽ സംഭവിച്ച കാര്യം. ചീത്ത വിളിച്ചതുകൊണ്ടോ നമ്മുടെ അഭ്യാസം കാണിച്ചുകൊണ്ട് ഒന്നും പിശാച് ഓടിപ്പോകുന്നില്ല. ഇവിടെ വായിക്കുന്ന ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തിരിപ്പാൻ കഴിയേണ്ടതില്ല. ദൈവത്തിന്റെ സർവായുധങ്ങൾ കളിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നതെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്നിട്ട് അവിടെ എഴുതിക്കുന്ന അടുത്തൊരു വാചകം, ഇത് തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ലഭിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയും യേശു പറഞ്ഞു. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് കർത്താവായ യേശുവോടെ പറഞ്ഞത്. ദാഹിക്കുന്നതെല്ലാം എൻ്റെ അടുത്ത് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവിടെ പ്രത്യേകമായ ഒരു പദം എഴുതിയിരിക്കുന്നു. നദികൾ ഒഴുകുമെന്നല്ല, തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ് നാളിൽ പെന്തക്കോസിന്റെ ശക്തി പ്രാപിച്ചത് തിരുവെടുത്ത് പറയുന്നത് പോലെയാണ് അവർ പ്രാപിച്ചത്. പഴയ നമ്മ തിരുവെടുത്തുകളിൽ ഈ പെന്തക്കോസിന്റെ ശക്തിയെക്കുറിച്ചും അതിന്റെ നദിയെക്കുറിച്ചും അതിന്റെ പ്രവാഹത്തെക്കുറിച്ചും പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ബൈബിൾ ക്ലാസ്സാണ്. ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുത്ത് വിട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ എന്ന് പറയുന്നത് 7 പെരുന്നാളുകൾ ഉണ്ട്. എന്നിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിയോ വർഗീസ് പറഞ്ഞു 8 പെരുന്നാളുണ്ട്. അതങ്ങനെ നടക്കട്ടെ. ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേം ദേവാലയത്തിൽ ഇസ്രായേൽ ജനം കടന്നുപോയി ആചരിക്കുന്ന 7 പെരുന്നാളുകളുണ്ടായി. ആ 7 പെരുന്നാളുകളിൽ അവസാനത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് നോക്കിയപ്പോൾ എല്ലാവരും ആലയത്തിലേക്ക് കടന്നു വരുന്നു. പെരുന്നാൾ ഘോഷിക്കാൻ കടന്നു വരുന്നു. പെരുന്നാൾ ഘോഷിക്കാൻ കടന്നു വന്നിട്ട് യാതൊരു തൃപ്തിയില്ലാതെ ദാഹിച്ചവരായി വന്നിട്ട് ദാഹത്തോടു കൂടി മടങ്ങിപ്പോകുന്ന വലിയൊരു കൂട്ടത്തെയാണ് കർത്താവ് കാണുന്നത്. അപ്പൊ കർത്താവ് അതിന്റെ ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് വിളിക്കുകയാണ്, എല്ലാവരും എന്നിലേക്ക് വരട്ടെ. എല്ലാവരും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ നദി ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ നദിയെക്കുറിച്ച് പഴയ നിയമത്തിൽ എവിടാണ് പറഞ്ഞിരിക്കുന്നത്? സെക്കരിയാ പ്രവചനം 14-ാം അധ്യായം. ഞാൻ വാക്യങ്ങൾ പറഞ്ഞു, ആകെ നമുക്ക് എന്റെ വിഷയം എടുത്തു തീർക്കാൻ തക്ക സാമ്യലാത്തിനെ ഓടിച്ച് പറയാം. സെക്കരിയാ പ്രവചനം 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്നാളിൽ യെരുശലേമിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട്. അപ്പൊ ഈ നദിയുടെ ഉൽപ്പത്തി സ്ഥാനം പ്രവാചകനായ സെക്കരിയാവ് കാണുന്നത് യെരുശലേമിൽ നിന്ന്. അപ്പൊ യെരുശലേമിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് എന്ന് നമ്മൾ വായിക്കും. എന്നാൽ കുറച്ചുകൂടെ മുൻപോട്ട് കയറി യോബേൽ പ്രവാചകൻ ഈ നദിയെക്കുറിച്ച് ദർശനം കാണുകയുണ്ടായി. യോബേൽ പ്രവചനം 3-ാം അധ്യായം
18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്നാളിൽ യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് സിത്തീം താഴ്വരയിൽ നനഞ്ഞു. മനസ്സിലോ? ഞാൻ ആ ഭാഗമൊക്കെ വായിച്ച് ദൈവസന്നിധി വളരെ സന്തോഷിച്ചിട്ടുണ്ട്. സെഖര്യാവ് കണ്ടത് ഈ നദിയുടെ ഉൽപ്പത്തി സ്ഥാനം യെരൂശലേമിൽ നിന്നാണ്. എന്നാൽ യോവേൽ പ്രവാചകൻ നോക്കിയപ്പോൾ അത് യെരൂശലേമിൽ നിന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും യോവേൽ പ്രവാചകൻ ഒരു വഴി കൂടെ മുൻപോട്ട് കടന്നു നിന്ന് ആ ഉറവയുടെ സ്ഥാനം കണ്ടുപിടിക്കുകയുണ്ടായി. അത് യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന അടുത്ത വാചകം, അത് സിത്തീം താഴ്വരയിൽ നടക്കും. ഞാൻ ഈ പദം പഠിച്ചപ്പോൾ സിത്തീം താഴ്വര, സിത്തീം താഴ്വര പ്രത്യേകം അവിടെ എടുത്തു പറയാൻ കാരണം എന്താ? ഇസ്രായേൽ ജനം തൊപ്പിയിട്ട സ്ഥലമാണ് സിത്തീം. നിങ്ങൾ അതേ സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം സിത്തീമിൽ പാർക്കുമ്പോൾ ബാൽ പെയോറിനോട് ചേർന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനം സിത്തീമിൽ പാർക്കുമ്പോൾ ബാൽ പെയോറിനോട് ചേർന്ന് അവരുടെ വിഗ്രഹാർപ്പണം കഴിച്ച് അവര് പാപം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുമായി അവന്റെ കൂടാരത്തിലേക്ക് കയറി പോകുന്നത് കണ്ട് ഫീനഹാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കുന്തമെടുത്ത് അവരുടെ പുറകെ കടന്നു ചെന്ന് അവരെ കുന്തം കൊണ്ട് കുത്തി അവരെ കൊന്ന്. അത് അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലുള്ള ബാധ നിന്നു എന്ന വായിക്കുന്നു. അപ്പൊ ഇസ്രായേൽ ജനത്തിൽ 24,000 പറ്റുപോയ സ്ഥലമാണ് സിത്തീം. നിങ്ങൾക്കറിയാമല്ലോ ബെലയാമിനെ കുറിച്ചും ബാലാക്കിനെ കുറിച്ചും. ബാലാക്ക് ബെലയാം എന്ന പ്രവാചകനോട് പറഞ്ഞു, നീ വന്ന് എനിക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തെ ശപിക്കണം. കാരണം അവര് മോവാബ് വന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കാണ്. ഈ ജനത്തെ കണ്ടപ്പോൾ ഇവരുടെ ഉള്ളത്തിൽ ഭയങ്കര പേടിയാണ്. കാരണം ഇവര് മോവാബ് മൊത്തം നട്ടിക്കളയും, നശിപ്പിച്ച് കളയും എന്നൊരു ഭയം ബാലാക്കിനുണ്ടായി. അപ്പൊ ബാലാക്ക് നോക്കിയപ്പോൾ ആയുധം കൊണ്ട് ഇവരെ യുദ്ധം ചെയ്ത് ജയിക്കാൻ തക്ക സാധ്യമല്ല. കാരണം ഇവർ നോക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇവരുടെ ഉള്ളിൽ ഇവരുടെ കൂട്ടായ്മയിൽ യാതൊരു പ്രശ്നമില്ല. ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതുകൊണ്ട് ഇവരെ ആയുധം കൊണ്ടോ യുദ്ധം കൊണ്ടോ തോൽപ്പിക്കാൻ തക്കാണ് സാധ്യമല്ലെന്ന് ബാലാക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ ആന്റിയുമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ വരുത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ചു. അങ്ങനെ അവരുടെ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ നമ്മളാണ് ഒരു പെന്തക്കോസ്തുകാരന്റെ ഉപദേശി. അദ്ദേഹം ഒരു കാലത്ത് ഇവരുടെ കൂടെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആന്മീയമായിട്ട് അതർപ്പതിച്ച് അല്പം പിന്മാറ്റുക. ഇപ്പോൾ പണ്ട് അവൻ നല്ലോണം പ്രവചിക്കുമായിരുന്നു. ഇപ്പൊ പ്രവചനമെല്ലാം മാറിപ്പോയിട്ട് കൂടോത്രമില്ല, അതേ ശകലം നോക്കുക. ഇപ്പോഴതാണ് അവന്റെ പരിപാടി. അപ്പൊ ഇത് പിന്മാറ്റത്തിൽ പോയ വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, ബാലാക്കിന് മനസ്സിലായി, ഇവരെ പരാജയപ്പെടുത്താൻ തക്കമണി ഇവരുടെ കൂട്ടായ്മ നിന്ന് പുറകെ പോയിട്ട് അവരെ പിടിച്ചുകൊണ്ട് വരാമെങ്കിൽ ഇവന് അതിന്റെ എങ്ങനെയാ ഇവരെ നശിപ്പിക്കണമെന്നുള്ള അടവ് ഉപയോഗിക്കാൻ അറിയാമെന്ന് വ്യക്തമായി ഈ ബാലാക്ക് രാജാവ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ബെലയാമിനെ വരുന്നത്. നീ വന്ന് ഈ രണ്ട് ശപിക്കണം. ഞാൻ ചുരുക്കമായിട്ട് പറയാം. അപ്പൊ അവൻ വന്ന് ശപിക്കാൻ പറ്റണം. ആദ്യം ദൈവം മകൻ പോരുന്നു, പിന്നെയും അവൻ കിടന്ന പ്രാർത്ഥന പൊക്കോട്ടെ വന്നു പൊക്കോളം പറഞ്ഞു. അങ്ങനെ പോയ സന്ദർഭത്തിൽ ദൂതൻ ഇടയ്ക്ക് വന്ന് വീണതെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ നിന്നെ ഇപ്പോൾ കൊന്നുകളയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു ഇടുക്ക് തൊണ്ടിൽ വെച്ച് ഇവൻ കരുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി ദൂരം നിൽക്കുന്ന കാഴ്ച ഈ കരുത കണ്ടു. പക്ഷെങ്കിൽ കരുതയുടെ പുറത്തിരിക്കുന്ന വ്യക്തി ഈ ഉപദേശി കണ്ടില്ല. അവസാനം ഈ കരുതയ്ക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ പാടില്ലാതെ കൊണ്ട് മുക്കിവിടുന്നായപ്പോൾ ഇവന്റെ കീഴാൻ കടന്നപ്പോഴത്തേക്ക് അങ്ങ് അടിയിൽ തുടങ്ങി. ആരാ? ഉപദേശി. ബാലാക്കി വിലയാൽ കിടന്ന് അടിക്കാൻ തുടങ്ങി. പറഞ്ഞേ കരുതയുടെ വാദം തമ്പരാൻ തുടങ്ങി. നീ എന്നെ അടിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കരുത സംസാരിക്കുന്നത്. ഇവൻ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് ഈ കരുത ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇവരോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, നീ എന്നെ അടിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു കരുത വാദം സംസാരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കാ അത്ഭുതം. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു പശു ഉറങ്ങിക്കുന്ന കാര്യത്തില് ആ പശു ചോദിക്കാം, ആണ്ട് സ്പർശ അവിടെ പോവാ എന്നോട് ചോദിക്കാതിരിക്കട്ടെ. ഞാൻ അവിടെ അടങ്ങിയിരിക്കുമോ? ഉടൻ തന്നെ ഇവിടെ വന്നിട്ട് അയ്യോ ആണ്ട് ഒരു പശു സംസാരിക്കുന്നു, എന്നെ ആണ്ട് സ്പർശം വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാകും. എന്നാൽ ഈ ഉപദേശിക്ക് ഒരു ചലനമില്ല. നീ എന്നെ അടിക്കുന്നുണ്ട്. എന്നെ ഉപദേശം പറഞ്ഞു, എന്നെ കളിയാക്കിയതുകൊണ്ടാ. അന്നേരം കണ്ട ചോദിക്കുന്നു, ഞാൻ ഇത്രയും നാളായിട്ട് അങ്ങനെ ചെയ്തിട്ടോ? ഇല്ല. പുള്ളിക്ക് ഒരു മാറ്റമില്ല. ഒരുത്തന്റെ ദൈവകൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസമില്ല. ദൈവമക്കളെ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വെറും ചെടിയന്മാരായി പോവുക.
നമ്മൾ വളരെ അടുപ്പിച്ചു പോവുക. നമ്മളെ കാണുന്നവർക്കല്ല, നമ്മളെ കാണുമ്പോൾ അറപ്പ. അതുകൊണ്ട് നമ്മൾ പ്രാപിച്ച ദൈവങ്ങൾ നഷ്ടപ്പെടാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സൂക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേർപ്പിച്ചു കൊടുക്കാം. കരങ്ങളിലേക്ക് കർത്താവിനെ സ്തുതിക്കാം. അവസാനം ഇവരെ പ്രാകാന്തൊക്കെ കടന്നു ചെന്നപ്പോ നമ്മൾ കാണുവാൻ നിൽക്കുന്ന കഴിയുന്നത് അവനെ ഒരു മലയുടെ മുകളിൽ കയറി ഇന്ന് ഈ കൂടോത്രം ഈ ലക്ഷണവിദ്യ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ലക്ഷണവിദ്യ യാക്കോബിന് പതിക്കയില്ല, ആ വിചാരം ഇസ്രായേൽ ഏൽക്കയില്ല. അവസാനം അവൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു, ഇതാ തടിച്ചു വാർക്കുന്നു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവജനം ഐക്യതയോടെ നിൽക്കുന്ന കാലം, ദൈവജനം ഒത്തരയോടെ നിൽക്കുന്ന കാലം, ലോകത്തിൽ ഒരു ശക്തിക്കും അവരുടെ കൂട്ടായ്മയെ തകർക്കുവാൻ, അവരുടെ പ്രവർത്തനത്തെ തകർക്കുവാൻ, ക്രിസ്തീയ മാർഗത്തെ അച്ചുടയ്ക്കുവാൻ ലോകത്തിൽ ഒരു വ്യക്തിയെ കൊണ്ടും സാധ്യമല്ല. ഒരാറ്റം ബോംബിനെ പോലും നമ്മുടെ കൂട്ടായ്മയെ തകർക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ പറയിച്ച വാചകമാണ്, ഇതാ ജാതികളുടെ കൂടെ എണ്ണപ്പെടുന്നില്ല, തനിച്ചു പാർക്കുന്ന ജനമാണ്. അവർ ഒറ്റക്കെട്ട രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. അവ രാജാവ് അവരുടെ മധ്യമുള്ള കാലത്തോടും അവരെ പരാജയപ്പെടുത്താൻ ഒരിക്കലും എന്തല്ല സാധ്യമല്ല. അവസാനം ഈ ഉപദേശമുണ്ടല്ലോ, ഒരു ഭയങ്കരം, നമ്മുടെ മലയാളം ഭാഷയെ പറഞ്ഞ ഭയങ്കര ഒരു ദ്രോഹം ചെയ്തു. ഞാൻ ആ മറ്റേ പദം ഉപയോഗിക്കുന്നില്ല, ആപ്പച്ചെന്ന അത് ഉപയോഗിക്കുന്നില്ല. ഭയങ്കരമായ ഒരു ദ്രോഹം ഈ ബലിയാ ചെയ്തു. എന്താണെന്നറിയാമോ? ഈ ബാലാക്കിനെ ഒരു മലയില് ഒരു രഹസ്യ സ്ഥലത്തോടെ കൂടി മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, ഇവരിങ്ങനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം എന്തറിയാമോ? ദൈവം ഇവരുടെ മധ്യമില്ല. ഈ രാജാവ് ഇവരുടെ മധ്യമുള്ള കാലത്തോട് ഇവരെ തകർക്കാൻ തക്കോണം ഒരു കൂടോത്രത്തിനോ ഒരു ആഭിചാരത്തിനോ ഒരു ലക്ഷണവിദ്യക്കോ ഇവരെ തകർക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഇവരെ തകർക്കാൻ തക്ക ഒരു മാർഗം പറഞ്ഞത്. അതെന്താന്ന് ചോദിച്ചു. ഇത് ആരോടും പറയരുത്, ഒരു രഹസ്യമാണ്. അവൻ പറഞ്ഞു കൊടുത്ത വാചകനാണ്, നീ ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ഇടയിലുള്ള ഈ പെൺപിള്ളാരെ, സുന്ദരികളായ പെൺപിള്ളാരെ, അവരെ നല്ലപോലെ ചുരിദാർ കുടിപ്പിച്ച് നല്ലപോലെ ക്യൂട്ടക്സ് ഒക്കെ ഇട്ട് അതേ ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി അതേ കൺവെൻഷൊക്കെ അങ്ങോട്ട് പുരട്ടി ഈ നഖമൊക്കെ അങ്ങോട്ട് ചുമപ്പിച്ച് അത് തലയൊക്കെ അങ്ങോട്ട് കെട്ടി അവരുടെ ഇടയിലോട്ട് നമ്മൾ പറയുവാണ്. നിങ്ങൾ നാട്ടിലേക്ക് ഈ വലിയ ഉപദേശം പറഞ്ഞു കൊടുത്ത വിദ്യ, ഈ പിന്നാട്ടിൽ പോയ ബന്ധുക്കൂസാരും പറഞ്ഞു കൊടുത്ത വിദ്യ അങ്ങനെ പറഞ്ഞു കൊടുത്തേ. ഈ പരിശുദ്ധനായ ദൈവം വിശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അശുദ്ധി കണ്ടാൽ ഇവരുടെ ദൈവത്തെ ഒന്ന് പറഞ്ഞു വിടാമോ, ഇവരെ നിഷ്പ്രയാസം പരാജയപ്പെടും എന്നും. അങ്ങനെ എന്താ ചെയ്തെന്നറിയാമോ? ഈ കാര്യം കേട്ട് ബാലാക്കൻ ചെയ്തു. അവരുടെ ചെറുപ്പക്കാരും പിള്ളേര് നല്ല വസ്ത്രധാരണമൊക്കെ ധരിപ്പിച്ച്, നല്ല വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് അമേരിക്കയിൽ നടക്കുന്ന വസ്ത്രധാരണമല്ലോ, അതുപോലുള്ള വസ്ത്രധാരണമൊക്കെ ധരിപ്പിച്ച് കൂട്ടക്സൊക്കെ കരട്ടി ലിപ്റ്റിക്കൊക്കെ ഇട്ട് മുഖത്തൊക്കെ ചായ കൊണ്ട് കരട്ടി കാലയിലെ നഖത്തിലൊക്കെ അങ്ങോട്ട് ചുമപ്പടിച്ച് കയറ്റി കമ്മിച്ചിയൊക്കെ കൊണ്ട് വരട്ടി ഇവരുടെ ഇടയോട് പറഞ്ഞു വിട്ടപ്പോൾ തനിച്ചു മറക്കരുത് ജനമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ടോ. ചെറുപ്പക്കാരനൊക്കെ സുന്ദരികളായ പെൺപിള്ളേർ വന്നു. ഓരോ അമ്മമാരും ചാടി എഴുതിട്ടു. ചാടി എഴുതിച്ചിട്ട് ഇവരെ ഐ ലവ് യു, ഐ ലവ് യു, അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്ന് പറഞ്ഞു ഓരോരുത്തരും ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഓരോരുത്തരും പിടിച്ചോടങ്ങി. ഇത് നടന്ന സംഭവം. ഇങ്ങനെ അവരിന്ന് വേർപാട് നഷ്ടപ്പെട്ടു. ഞാനിന്ന് കുറച്ചുകൂടെ ഈ അമേരിക്കൻ മോഡലിൽ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മോവാബിൽ സംഭവിച്ച സംഭവം ഇല്ല. അവരുടെ ഒരു യൂത്ത് എല്ലാം കൂടെ, ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലുള്ള യൂത്ത് എല്ലാം കൂടെ എഴുന്നേറ്റ് മോവാബിലെ പെൺകുട്ടികളെ കണ്ടപ്പോൾ ഓരോരുത്തരെയും ഗേൾഫ്രണ്ടാക്കി എടുത്ത് നടക്കാൻ കഴിയും. ഈ നമ്മുടെ കോൺഗ്രസിലൊക്കെ വളരെ കുറവാണ്. ചില കോൺഗ്രസിലൊക്കെ നോക്കുമ്പോഴേ അയ്യോ, നമ്മൾ ഈ രാത്രിയിലൊക്കെ 10-11 കഴിയുമ്പോൾ ഈ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നടക്കണം. ഞാൻ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ നടന്നുണ്ടോ അങ്ങനെ ഇഷ്ടപ്പെടാൻ ഒരു ചെറുപ്പക്കാരൻ അവൻ എന്തറിയാമോ, ഒരു ആ മോവാബിലെ പെൺകുട്ടിയെ പിടിച്ചോണ്ടാണ് അവന്റെ കൂടാരത്തോട് കൊണ്ടുപോകാൻ. അവന് കുറച്ചുകൂടെ മുൻപോട്ട് കയറി കൂടാരത്തോട് പിടിച്ചോണ്ട് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഫീനഹാസ് എന്ന് പറയുന്ന അഭിഷേകം പ്രാപിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് കണ്ട് സഹിക്കാനൊക്കെ ഒത്തില്ല. അവിടുന്ന് അറിയാമോ, ഒരു കുന്തമെടുത്ത് അവരുടെ പുറകെ പോയി അവരുടെ കൂടാരത്തിൽ അവരുടെ നെഞ്ചത്ത് കുത്തി രണ്ടിനെയും കൊന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ബാധ അവിടെ നിന്നാണ് വായിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൽ 24,000 പേര് ബാധ നിന്നു. നമ്മൾ വായിക്കുന്നത് അവർ സിദ്ദീമിൽ പാർക്കുമ്പോൾ ഇസ്രായേൽ ജനം മൊത്തം പരാജയപ്പെട്ടു.
എന്നാൽ യോബേൽ പ്രവചനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? അന്നാളിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ട് സിദ്ധിയിൽ താഴ്വരെ നടിക്കും. ഒരു പരാജയം ഉണ്ടായി തോറ്റുപോയെന്ന് വിചാരിച്ച് അവരെ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പെന്തക്കോസ്തിന്റെ ശക്തിയുടെ വ്യാപാരം കടന്നു പോകുമ്പോൾ പരാജയപ്പെട്ടിരിക്കുന്ന ജീവിതമേ, പിന്മാറ്റിരിക്കുന്ന ജീവിതമേ, ഇനി മുൻപോട്ട് ഒരു ഗതിയില്ലാന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഇനി എന്റെ ദൈവം അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് നെടുവേർപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദര, ഇന്ന് രാത്രികാലം ഈ സിറ്റി താഴ്വരയിൽ ഒരു ഉറവ പൊട്ടി പുറപ്പെടുമ്പോ അത് നിന്റെ തോൽവിയെ നനച്ച് പരാജയങ്ങളെ മാറ്റി നിന്റെ കുറവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തക്കണം പെന്തക്കോസ്തിന്റെ ശക്തി കഴിവുണ്ട്. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിക്കാം. അന്നാളിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെട്ട് സിറ്റി താഴ്വരെ നനയ്ക്കും. എത്രയോ പരാജയപ്പെട്ട ജീവിതങ്ങൾ, ഒരു ഗതി പ്രാപിക്കില്ലെന്ന് വിചാരിച്ച ജീവിതങ്ങൾ, എത്രയോ പേര് പെന്തക്കോസ്തിന്റെ ശക്തി ആവശ്യപ്പോൾ അവർ വീണ്ടും മടങ്ങി വന്ന് ഈ പരാജയങ്ങളെ ദൈവം തമ്പുരാൻ മാറ്റി അവരെ കരങ്ങളെടുത്ത് ഉപയോഗിച്ച എത്ര അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ തന്നെ കഴിയും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ. ഈ ദിവസങ്ങളിൽ നമ്മൾ പെന്തക്കോസ്തിന്റെ ശക്തിയെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് നമ്മുടെ അനുഭവത്തിൽ ഏതെങ്കിലും ജീവിതം പിന്മാറ്റത്തിരിപ്പുണ്ടെങ്കിൽ അവരെല്ലാം ദൈവം തമ്പുരാൻ ഇന്ന് രാത്രിയിലും ഇന്ന് പകലും നടക്കുന്ന യോഗത്തിൽ ആ ശക്തി വ്യാപരിച്ച് അവരുടെ തോൽവികളെല്ലാം മാറ്റി ഈ ഉറവെ നനയ്ക്കുക ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Praise the Lord. Praise the Lord. ഒന്ന് സക്കറിയാവ് കണ്ടു, അത് യെരൂശലേമിൽ നിന്ന് പുറപ്പെടുന്ന. യോബേൽ പ്രവാചകൻ കണ്ടത് എവിടെ നിന്നറിയാമോ? അത് യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയത്തിൽ. പ്രവാചകനായി യെസെക്കിയേൽ നോക്കിയപ്പോൾ ഇതിന്റെ ഉൽപ്പത്തി സ്ഥാനം അവിടെ അല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നോക്കിയപ്പോൾ യെസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ ഒരു പടിയുടെ കയറി ഇതിന്റെ ആരംഭം കണ്ടുപിടിച്ചു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അന്ന് അവൻ നിന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇത് അവൻ നോക്കിയപ്പോ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ, സക്കറിയാവ് നോക്കിയപ്പോ യെരൂശലേമിൽ നിന്ന്, യോബേൽ നോക്കിയപ്പോ യെരൂശലേമിൽ ദേവാലയത്തിൽ നിന്ന്, യെസെക്കിയേൽ നോക്കിയപ്പോ യെരൂശലേം ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നാണ് ഈ നദി പുറപ്പെടുന്നത്. ഈ ഉറവ നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് അറിയൂ. ഞാൻ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നു. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവജലത്തിന് തിരുവൊഴുകും. ഇവിടെ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഈ ഉറവ പുറപ്പെടുന്ന കാഴ്ചയാണ്. പ്രവാചകനായ യെസെക്കിയേൽ അവിടെ അങ്ങ് നിന്നുകൊടുത്തു. നിന്നപ്പോൾ ഈ ഉറവ ഒരു പൊങ്ങാൻ ഈ നദി അത് ആദ്യമേ നാര്യാണിയോളമായി. വായിച്ചിട്ടുണ്ടോ? അത് ആദ്യമേ നാര്യാണിയോളമായി. ദേവാലയം എന്ന സുന്ദരമൻ ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന ധർമ്മം യാചിക്കുന്ന ഒരു ധർമ്മക്കാരൻ പത്രോസ് യോഗനാൻ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ വെള്ളത്തിൽ തരണമെന്ന് പറഞ്ഞ് കൈ നീട്ടി. അവര് പറഞ്ഞു, വെള്ളിയും പൊണ്ണും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാം. അവിടെ വായിക്കുന്ന ആദ്യം അവർ നരിയാൻ ഉറച്ചെന്നു. പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിനക്ക് നിൽക്കാൻ തക്കണം സാധ്യമല്ല. എങ്ങനെ നേരെ നിൽക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട ദൈവത്തിന്റെ പൈതല് ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ആത്മാവിനാലെ ശക്തി ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ആദ്യമേ പെന്തക്കോസ്ത് ശക്തി വ്യാപരിക്കുമ്പോൾ നിന്നെ നേരെ നിർത്തുവാൻ, നിന്റെ നരിയാണി ഉറപ്പിച്ചു നിർത്തുവാൻ കഴിവുള്ള ശക്തിയാണ് പെന്തക്കോസ്തിന്റെ ശക്തി. ആദ്യം നരിയാണി ഉറച്ചു, പിന്നെ നോക്കിയപ്പോൾ അത് കൂട്ടോളം പ്രാർത്ഥനാ ജീവിതം. പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ പ്രാർത്ഥിക്കാത്ത വ്യക്തികളും പ്രാർത്ഥനയ്ക്ക് മുട്ടോടെ. ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം ഇങ്ങനെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കാനഡയിൽ ചെന്ന് അവസാനം ലാസ്റ്റ് ഫണ്ട് റൈസിങ് കാനഡയിൽ ചെന്ന് എയർപോർട്ടിൽ പ്ലെയിനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തണുപ്പടിച്ചായിരിക്കും. എൻ്റെ 2 കാലം അങ്ങ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കും. ഞാൻ ഒരു വിധത്തിൽ എയർപോർട്ടിൻ്റെ വെളി വന്നു. എനിക്കവിടെ 5-6 സഭകളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ആരംഭിച്ചൊരു പ്രശ്നമാണ് എൻ്റെ കാലം. തണുപ്പടിച്ചാണോ എന്താണെന്നറിയാമോ. പിന്നെ തിരിച്ചു വന്ന് MRI ഒക്കെ എടുത്ത് നോക്കി. അപ്പം ഈ മുട്ടിൻ്റെ ഇവിടെ അല്പം അകത്ത് കീറിക്കൊണ്ട് പറഞ്ഞു. ഒരു ചെറിയ സർജറി നടത്തി. അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീണ്ടും വേദന ആരംഭിച്ചു. പക്ഷേ ആദ്യം ഇച്ചിരി മനപ്രയാസം ഉണ്ടായിരുന്നു.
ഒരു കാര്യമൊന്നും എനിക്ക് മനസ്സിലായി, എന്നെ കാണുന്നവരെന്നെ ശ്രദ്ധിക്കുന്നു. കാരണം എന്തോ പറ്റി, ഒന്നും മിണ്ടാത്തവർ വരെ എന്നെ ചോദിക്കുന്നത് എന്തോ പറ്റി. അപ്പൊ അത് കഴിവ് നടന്നു പോകുന്നവരുണ്ടല്ലോ, തിരിച്ചു കഴിവ് എന്തോ പറ്റി. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി, എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ദൈവം ചേർത്തി തന്ന ഒരു ശൂലമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇപ്പം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസിന് ലഭിച്ച ആ ശബ്ദം പോലെ അങ്ങ് സമാധാനിച്ചടക്കുക ദൈവം. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ അറിയാമോ? അതേ പ്രവാചകനായ എസെക്കിയേല് ഈ ഉറവിട വന്നപ്പോൾ അത് മുട്ടുവരിക. എന്നോട് ഭാഷ സിയോസ് പറഞ്ഞു, ഇത് മാറാൻ ഒറ്റ പണിയുള്ളൂ. എൻ്റെ നാട്ടുകാരൻ അദ്ദേഹം എന്ത് നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം. എന്നോട് പറഞ്ഞു ദിവസം 15 മിനിറ്റ് മുട്ട ഇങ്ങനെ നിൽക്കാമെങ്കിൽ ഇത് മാറണം. അത് കഴിഞ്ഞപ്പോൾ ഭാഷ സണ്ണി താഴാമ്പോൾ എന്നോട് കണ്ടം പറഞ്ഞു, മുട്ട നിൽക്കാറുണ്ട്, ഇതാ എൻ്റെ അകത്താണ്ട് വെള്ളമുണ്ട്, അതെല്ലാം പറ്റിപ്പോകുന്നു. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഒന്ന് മുട്ട നിന്നു. ഞാൻ മുട്ട നിൽക്കുന്ന വ്യക്തി, പക്ഷേ ഈ വേദനയാണ് നിൽക്കാൻ പറ്റില്ല. മുട്ട നിന്നു 7 മിനിറ്റ് ആയപ്പോഴും എൻ്റെ അധികം വിളിച്ചു, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോകാം. അങ്ങനെ ആ 15 മിനിറ്റ് നിൽക്കാൻ തൊക്കെ നോക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉറവ വന്നു കഴിഞ്ഞാൽ ആദ്യം നരിയാണിയും നമ്മളെ നേരെ ഉറപ്പിക്കും, രണ്ടാമത് മുട്ടോളം പ്രാർത്ഥനാ ജീവിതം, അത് കഴിഞ്ഞപ്പോൾ അരയോളമായി എന്തൊക്കെ ശക്തി അരയോളമായി എന്തിനെ കാണിക്കുന്നു? ശുശ്രൂഷയെ കാണിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അടങ്ങിയിരിക്കുവാനല്ല. നിങ്ങൾ എന്റെ സാക്ഷികളാകും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. നേരെ നിർത്തിയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ശുശ്രൂഷിക്കുക, നിന്നെ ഒരുക്കുക. ഈ നദി അങ്ങനെ ചെയ്യുന്ന നീ 4ാമത് തലപ്പറ്ററിയാമോ? നീണ്ടിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയൊരു നദിയായിട്ടുണ്ട്. ഈ നമ്മുടെ കോൺഗ്രസ് അവസാനിക്കുന്നതിനുണ്ട് ഈ ഒരു പ്രഭാകം നമ്മുടെ മധ്യേ ഉണ്ടാകുവാൻ എല്ലാവരും ആത്മാവുണ്ടെന്ന് അഭിഷേകം പ്രാപിക്കാത്തവരില്ല. അഭിഷേകം പ്രാപിച്ച് ഇവിടുന്ന് മടങ്ങി പോകത്തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മധ്യ പ്രവർത്തിക്കരുത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും കരകൾക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്റെ ബൈബിളിലെ വിഷയം മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു എന്താ പറയുന്നറിയാമോ? ദാഹിക്കുന്നില്ല എനിക്ക് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നില്ലേ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നതിന്റെ ജീവിതത്തിൽ നദിയുള്ളൂ. ഈ നദിയുടെ ആരംഭം സെക്കരിയാവോ യെരൂശലേമിൽ നിന്നാണ്. ഈ നദിയുടെ ആരംഭം യോബ് യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നാണ്. ഈ നദിയുടെ ആരംഭം പ്രവാചകനായ എസെക്കിയേൽ യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ ഉമ്മരപ്പുഴയുടെ കീഴിൽ നിന്നാണ്. പക്ഷെ ഇതിന്റെ ഉൽപ്പത്തിസ്ഥാനം അവിടെ അല്ല. വെളിപ്പാടുകാരനാണ് യോഗനാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ ആരംഭം ദൈവത്തിന്റെ കുഞ്ഞാന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന നദി. ഈ നദിയുടെ ഉൽപ്പത്തി സ്ഥാനം ദൈവത്തിന്റെയും കുഞ്ഞാന്റെയും സിംഹാസനത്തിന്റെ കീഴിൽ നിന്നാണെന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഇനി ഞാൻ തെളിയിക്കാൻ പോവാം. കർത്താവ് പറഞ്ഞു നദികൾ ഒഴുകും. ഇത് ഭാവി സംഭവിക്കാൻ പോകുന്ന വിഷയം. നദികൾ ഒഴുകും. നദികൾ എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. നദികൾ. ഈ അതിനെക്കുറിച്ച് ഈ ഇസ്രായേൽ ജനം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇസ്രായേൽ ജനം ഈ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് രഥീതിൽ വേണം വെള്ളം കിട്ടാതെ. സൂർ മരുഭൂമിയിൽ സംഭവം ഉണ്ടായി, അത് വരെ അത് മാറായി മാത്രമേ. രഥീതിൽ വന്നപ്പോൾ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ പാറയോട് പോയി നിൽക്കണം, പാറയോട് കൽപ്പിക്കണം. അടിക്കണം എന്ന് പറഞ്ഞില്ല, പാറയോട് കൽപ്പിക്കണം. എന്നാൽ അവിടെ ദേഷ്യം കാരണം പാറ കയറി നിന്നു അടിച്ചു. നമുക്ക് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് ഒന്ന് പോകാം. അവൻ പാറ അടിച്ചപ്പോൾ ദൈവത്തിന്റെ മോശയോടുള്ള കാരണമുണ്ട്. പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടു. നിങ്ങൾ 28-ാം സങ്കീർത്തനം 115-ാം സങ്കീർത്തനം ഈ സങ്കീർത്തനങ്ങളുടെ പാഠസങ്കീർത്തന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ജലസേചന പദ്ധതി ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി. ഈ പാറയിൽ അടിച്ചപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. അവിടെ വായിക്കുന്നത് 115-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അവൻ നദിയെ ഒരു ജല തടാകമാക്കി മാറ്റുന്നു. അപ്പൊ ഈ പുറപ്പെട്ടു വന്ന പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം ഒരു വലിയ തടാകമായിട്ട് മാറി. 78-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അത് നദികളായിട്ട് ഒഴുകി, അത് പിന്നീട് തോടുകളായിട്ട് ഒഴുകി, അത് പിന്നെ കൈത്തോടുകളായിട്ട് മാറി. 20 ലക്ഷത്തെ ചില്ലുവാനും ജനം ഇസ്രായേലിനെ പാർക്കുന്ന ആ പാറയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ പാറയുടെ വെള്ളം
ഈ 6-7 മൈൽ ചുറ്റളവിൽ താമസിക്കുന്ന ഇസ്രായേൽ ജനത്തിന് അങ്ങേയറ്റത്തിന് ഒരാൾ വരണമെങ്കിൽ 7 മൈൽ നടന്നു വേണം ഈ തടാകത്തിൽ വരാൻ. ദൈവം തമ്പുരാൻ എന്ത് ചെയ്യാമോ? ഈ തടാകമായി തീർന്ന ഈ വെള്ളം അത് നദിയാക്കി മാറ്റി. അത് നദിയാക്കി മാറ്റിട്ട് അത് വീണ്ടും ചെറിയ നദികളാക്കി മാറ്റി. പിന്നെ അത് തോടുകളാക്കി മാറ്റി. അത് പിന്നെ കൈത്തോടുകളാക്കി മാറ്റി. ഓരോരുത്തരും താമസിക്കുന്ന ഓരോ ഇസ്രായേലിന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ കൂടെ ഈ നദി ഒഴുകാൻ തുടങ്ങി. ഇസ്രായേലിനെ എന്ത് ചെയ്താൽ മതി? അവരുടെ കൂടാരത്തിന്റെ എഴുന്നേറ്റിട്ട് അവന്റെ വീടിന്റെ വാതിൽക്കൽ കൂടെ ഒഴുകുന്ന ഈ തോട്ടിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റൊന്ന് കുനിഞ്ഞു വെട്ടാൻ മതി. ഈ വെള്ളം കുടിക്കാൻ സാധിക്കും. ഇന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതൽ ഈ എന്തൊക്കെ ശക്തി പ്രാപിക്കേണ്ടത്. നീ വേറെ എങ്ങും പോകണ്ട, വായാവർക്ക് പോകണ്ട, കോന്നി പോകണ്ട. നീ ഇരിക്കുന്ന സ്ഥലത്തല്ലേ ഈ നദി ഒഴുകി നിന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ കൂടെ നീ ഇരിക്കുന്ന സ്ഥലത്തല്ലേ നീ നദി കടന്നു വന്ന് നീ ഒറ്റ കാലിടാ മതി. നീ ഒന്ന് കുനിഞ്ഞു കൊടുത്ത് ഇതിൽ കുടിച്ചാൽ മതി. ഇത് വായിലോട്ട് ഇങ്ങനെ കോർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് കുനിഞ്ഞു കൊടുക്കുക. എന്നെ വിശ്വസിക്കുന്നവര് ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. പെന്തക്കോസ്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ ഈ കോൺഗ്രസ് കഴിയുന്നുണ്ട്. എല്ലാവരും ഇത് പാടുന്നത്, എല്ലാവരും ഇത് കുടിച്ച് സന്തോഷം പ്രാപിച്ച് വെള്ളം പ്രാപിച്ച് ആത്മാവിൽ ബലപ്പെട്ട് മടങ്ങിപ്പോവുക. സ്വർഗസ്ഥനായ ദൈവം സഹായിക്കുമാറാകട്ടെ. എല്ലാവരും ഇനി ഇത് ഭാവി സംഭവിക്കാൻ പോകുന്നൊരു വിഷയം. അതനുസരിച്ച് 120 പേരെ മർക്കോസിന്റെ മാളിയിൽ കൂടി കർത്താവ് പറഞ്ഞ വാര്യം ശ്രദ്ധിക്കണം. അത് ഉള്ളിൽ നിന്ന് ഒഴുകുന്നു. യഹോവയുടെ ആലയത്തിൽ നിന്ന് നമ്മൾ തന്നെ ദൈവത്തിന്റെ ഒരു ആലയം. ഈ ആലയത്തിൽ ദൈവത്തിന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെടുന്നു. പ്രശ്നമോ യേശു നമ്മുടെ ഉള്ളത്തിൽ വാഴണം. എന്നിൽ വിശ്വസിക്കുന്നവർ അതാ, എന്നിൽ വിശ്വസിക്കുന്നവർ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ പ്രശ്നമോ അത് ഉള്ളിൽ നിന്ന് വരുന്നു. 120 പേര് കൂടുക. ഇത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞപ്പോ ഇസ്രായേൽ ജനത്തിന് സംശയം തോന്നി. എന്നറിയാം, ഉള്ളിൽ നിന്ന് ഒഴുവെന്ന് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടി ഡൗട്ടൊന്നും വന്നില്ല. അതിന്റെ കാരണം അറിയാമോ? ശലോമോൻ രാജാവ് പണിയിച്ച ദേവാലയം, അവിടെ ഒരു താമര കടവ്. നിങ്ങൾ ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ആർക്കും സങ്കീർത്തനമൊക്കെ വായിച്ച സാധാരണ ഈ ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിച്ചോക്കുമ്പോൾ അറിയാം. അവിടെ ഈ ദേവാലയത്തിൽ ശലോമോൻ ഒരു താമര കടൽ പറഞ്ഞു. ഈ താമര കടൽ 12 കാളകളുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. വാർപ്പ് പണിതായി പറഞ്ഞിരിക്കുന്ന 12 കാളകളുടെ മുകളിലാണ് ഈ താമര കടൽ വെച്ചിരിക്കുന്നത്. ഈ താമര കടലിൽ നിന്ന് ഈ കാളയുടെ വയറ്റിലേക്ക് വെള്ളം ഒഴുകി. ഈ കാളയുടെ വായിൽ ഒരു ടാപ്പ് എടുത്ത് പുരോഹിതന്മാർക്ക് എപ്പം വെള്ളം ആവശ്യമുള്ളൂ അവർ വെളിയിൽ പോയി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ കാളയുടെ ടാപ്പ് തുറന്നാൽ മതി. ഈ താമര കടലിൽ നിന്ന് വെള്ളം കാളയുടെ വയറ്റിൽ കൂടെ ഒഴുകി അത് വായിലേക്ക് വെളിയിലേക്ക് വരും. ഈ കാഴ്ച അവരെന്നും കണ്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ അത് വലിയ ഡൗട്ട് തോന്നില്ല. ഉള്ളിൽ നിന്ന് ഒന്നും പറഞ്ഞപ്പം വലിയ ഡൗട്ട് തോന്നില്ല. കാരണം അവർ നോക്കിയപ്പോൾ ഇങ്ങനൊരു കാഴ്ച അവർ കാണുന്നുണ്ട്. ഈ താമരക്കടലിൽ നിന്ന് വെള്ളം ഒഴുകി കാളയുടെ ഉള്ളിൽ നിന്ന് വന്ന് അത് വായിൽ കൂടെ പ്രവഹിക്കുന്ന ടാപ്പ് തുറക്കണം. വായിൽ കൂടെ പ്രവഹിക്കുന്ന കാഴ്ചകൾ ദിനം പ്രതി കണ്ടുകൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 12 120 കാളകൾ പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ നാളിൽ ഇങ്ങനെ പോയിരിക്കുക. ഞാൻ കാളകളെ കുറിച്ചോണ്ട് തോന്നരുത്, ഇതിനോട് സാമ്യപ്പെടുത്തി പറഞ്ഞതാ. 120 കാളകൾ പരിശുദ്ധാത്മ ശക്തി താമര കടലിന് വഴിവരാൻ ഇവരിങ്ങനെ നോക്കിയിരിക്കുക. ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു. 10ാം പെന്തക്കോസ്ത് നാള് 10ാം ദിവസമായപ്പോൾ കേട്ടോ, 10 ദിവസം പ്രാർത്ഥിച്ചു. 10ാം ദിവസമായപ്പോൾ ഒരു മുടക്കം കിട്ടും. ആ മുടക്കം എന്നറിയാമോ? സ്വർഗീയ താമരക്കടലിൽ ദൈവസിംഹാസനത്തിന്റെ അവിടെയുള്ള ആ താമരക്കടലിൽ നിന്ന് ഈ നദി പൊട്ടി പുറപ്പെടുന്ന ഒരു മുടക്കായിട്ട്. ആ നദിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു അഗ്നി നദി. ആ നദി ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നിട്ട് ഈ അതേ 120 ഉള്ളിലേക്ക് ഇറങ്ങി. ഉള്ളിലേക്ക് അവിടെ ഇറങ്ങിയിട്ട് അത് വായിക്കൂടെ ദൈവം തമ്മിൽ ടാപ്പങ്ങ് തുറന്നു. അത് ഉള്ളിൽ നിന്ന് വായിക്കൂടെ അത് പ്രവഹിക്കാൻ തുടങ്ങി. അവിടെ വായിക്കുന്ന അഗ്നി ജ്വാല പോലെയുള്ള നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി നടന്നിരിക്കുന്നു. അഗ്നി ജ്വാല പോലുള്ള നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അത് ഉള്ളിൽ കൂടെ വന്നിട്ട് വായിൽ കൂടെ പ്രവഹിക്കാൻ തുടങ്ങി. എങ്ങനെ?
ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതാണ് പെന്തക്കോസ്തിന്റെ ശക്തി. Praise the Lord. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഇന്ന് ഈ ആത്മാവിന്റെ നദി നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് പ്രവഹിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഇന്ന് പലരും പറയും നിന്ന് പോയെന്ന്. നിന്നൊന്നും പോയിട്ടില്ല. കർത്താവിന്റെ ഭാഷാപരം നിന്ന് പോകും. ഇപ്പോൾ നമ്മൾ കണ്ണാടി കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായി തീർന്നു പോകും. കർത്താവിന്റെ വരുവരെ ഈ അനുഭവം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ നദി ഇന്ന് പൽക്കാലം നമ്മുടെ ഉള്ളിൽ കൊണ്ട് പ്രവഹിക്കുവാൻ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാക്കിയത് വിചാരിക്കുന്നു. യെരൂശലേമിൽ നിന്ന് പുറപ്പെടുന്നു, യഹോവയുടെ ആലയത്തിൽ പുറപ്പെടുന്നു, ആലയത്തിന്റെ ഉമ്മറപ്പുറത്ത് കീഴെന്ന് പുറപ്പെടുന്നു. യഥാർത്ഥ ഉൽപ്പത്തി സ്ഥാനം സ്വർഗീയ ദൈവ സിംഹാസനത്തിന് കീഴിൽ നിന്ന് പെന്തക്കോസ്താൽ പകരപ്പെട്ട ഈ ശക്തി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകി ഈ അക്കാഡയിൽ കടന്നു വന്ന് ഈ കോൺഗ്രസിന് കടന്നു വന്ന് നമുക്കും ആത്മാവിൽ സന്തോഷിപ്പാൻ ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായി നമുക്ക് എല്ലാവരും കരകളെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് ഒടുവിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലെത്തിയാണ് ശക്തി പറഞ്ഞു. ചിലതൊക്കെ എനിക്ക് വേണ്ടി സമയം തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞു ആ വാച്ച് ഊരി മേടിച്ചാണ് അങ്ങനെ തോന്നിപ്പോയ സന്ദർഭം എനിക്ക്. എല്ലാവരും സമയം നോക്കണ്ട, എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നിർത്തും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. നമ്മുടെ ഏറ്റവും ഒടുവിലായി, എല്ലാത്തിൻ്റെ ഒടുവിലായി നമ്മൾ ശക്തിപ്പെടുന്നു. കാരണം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയണത് ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊണ്ട്. എന്താണ് പിശാചിന്റെ തന്ത്രം? അതോടെ പറഞ്ഞിട്ട് വേണ്ടി നമുക്കിവിടെ അവസാനിപ്പിക്കാം. ശക്തിയെ കുറിച്ച് പറഞ്ഞു. പിശാചിന്റെ തന്ത്രം, പിശാചിന് 3 ആയുധങ്ങളാണുള്ളത്. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം മാറ്റുമ്പോൾ ജഡമോഹം, കന്മോഹം, ജീവിതത്തിന്റെ പ്രതാപം. ഇതാണ് പിശാചിന്റെ ആയുധം. ഈ ആയുധം വെച്ചാണ് നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുന്നത്. അവരുടെ തന്ത്രം എന്നെങ്കിൽ അറിവില്ലാത്തവരല്ലല്ലോ. ദൈവശക്തി പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മൾ അവന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അവൻ പ്രയോഗിക്കുന്ന ആയുധം എന്താണെന്ന് മനസ്സിലാക്കി ആ ആയുധത്തെ തകർക്കുവാൻ തക്കവണ്ണം എന്താണ് ചെയ്യേണ്ടത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. 1 യോഹന്നാൻ 2:16 ജഡമോഹം, കന്മോഹം, ജീവിതത്തിന്റെ പ്രതാപം. ഈ ആയുധം ആയിട്ടാണ് 1-ാം ആദാമിനെ അതേ സാത്താൻ പരാജയപ്പെട്ടു. നിങ്ങൾ ആ ഭാഗം പഠിച്ചിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റുണ്ട്. 1-ാം ആദാമിനെ പരാജയപ്പെടുത്തത് ഈ ആയുധമാണ്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ ആമീൻ. ഇതൊരു ബൈബിൾ ക്ലാസ്സായെന്നാണ് ഞാൻ പറയുന്നത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്, ജഡമോഹം, കാണാൻ ഭംഗിയുള്ളത്, കന്മോഹം, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ജീവിതത്തിന്റെ പ്രതാപം. ഈ 3 ആയുധങ്ങൾ ഉപയോഗിച്ച് 1-ാം ആദാമിനെ സാത്താൻ പരാജയപ്പെടുത്തുവാൻ ഇടയായി. പ്രശ്നം ഇതേ 3 ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യേശുക്രിസ്തു ഒരിക്കലും സാത്താൻ കടന്നത്. നിങ്ങൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം വായിച്ചു നോക്കണം. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അനന്തരം സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. 1-ാം ആദാം ഈ 3 ആയുധത്തിൽ, സാത്താൻ കൊടുത്ത ഈ 3 ആയുധത്തിൽ 1-ാം ആദാം പരാജയപ്പെട്ടു പോയപ്പോൾ ഒടുക്കത്തെ ആദാമാകുന്ന കർത്താവായ യേശുക്രിസ്തു ധരിക്കൽ ഈ പിശാച് ഈ 3 ആയുധമായി കടന്നു വന്നു. ആ 3 ആയുധമായി അവരെ പരാജയപ്പെടുത്താൻ നോക്കി. പക്ഷെങ്കിൽ സാത്താൻ പരാജയപ്പെട്ടു, യേശു ജയിച്ചു. എന്തുകൊണ്ടാണ് യേശുവിനെ പിശാച് പരീക്ഷിച്ചത്? പിശാച് ഏത് ആയുധം കൊണ്ടാണ് എതിർത്തത്? നമുക്ക് നല്ലൊരു മാതൃക നമ്മുടെ കർത്താവ് കാണിച്ചു തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അരിക്കൽ കടന്നു എന്നപ്പോൾ തന്നെ നമ്മുടെ അരിക്കൽ സാത്താൻ കടന്നു വരും. സാത്താൻ കടന്നു വരുമ്പോ ഈ യേശു ഉപയോഗിച്ചപ്പോൾ ആയുധം ഉപയോഗിച്ച് നമ്മൾ സാത്താനെ പരാജയപ്പെടുത്തുവാൻ, തോറ്റുന്നവരായിട്ടല്ല ജയാളികളായി ജീവിക്കാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. മുമ്പൊരിക്കൽ ഒരു സർക്കസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സർക്കസ്, ഈ സർക്കസിലെ ഈ 1000കണക്കിന് ആൾക്കാർ ആ പന്തലിൽ ഓടിപ്പോയി സർക്കസിനാണ്.
അപ്പം അതിൻ്റെ അകത്ത് ഒരാൾ പിശാചിൻ്റെ വേഷം കിട്ടും. പിശാച് കണ്ടാൽ അസൽ പിശാചാൻ തോന്നും. അവിടെ ഇരുന്നവരെല്ലാവരും ഈ സ്റ്റേജിലോട്ട് ഇങ്ങനെ കയറി വന്നപ്പം അവരെല്ലാം പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. നമുക്ക് പിശാചിൻ്റെ ഒന്നും അറിയാമല്ലോ, രണ്ട് കൊമ്പും. അപ്പം എല്ലാവരും ഇതിങ്ങനെ നോക്കി ഇന്ന് ഈ പിശാച് ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുക. പേടിച്ചിരുന്ന സന്ദർഭത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് അടിച്ച് ഈ പന്തലെല്ലാം താഴെ എല്ലാവരും ഇറങ്ങി ഓടി ഈ പിശാചിന്റെ വേഷം കിട്ടിയത് ഇറങ്ങി. കാരണം അവന് വേഷം കിട്ടിയതല്ലേ, അവന് ഊരിനെ പേടിയില്ലേ, അവനും ഇറങ്ങി. അവൻ ഓടിച്ചെന്ന് കയറുന്ന ഒരു പെന്തക്കോസ്തുകാരുടെ കാത്തിരിപ്പോ നടന്ന യോഗ. എല്ലാവരും രക്തത്താൽ ജയം ആത്മാവിന്റെ ശക്തിയിൽ ആരാധിക്കുന്ന പിശാചിനെ കണ്ടപ്പോ അവരിറങ്ങി ഓടി. അതുവരെ നല്ല ധൈര്യത്തോടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ഇറങ്ങി ഓടി കഴിഞ്ഞപ്പോ ഒരു അമ്മച്ചിക്ക് ഓടാൻ നിന്നു. അമ്മച്ചി ഇങ്ങനെ വിറച്ചോട്, ഞാൻ ചിരിക്കാൻ പറയുന്നല്ല, അമ്മച്ചി ഇങ്ങനെ വിറച്ചോട് നിൽക്കുക. അപ്പൊ ഈ അമ്മച്ചി പിശാചിനോട് പറഞ്ഞൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അമ്മച്ചി പിശാചിനോട് പറഞ്ഞു, എൻ്റെ പിശാചേ, നീ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ 36 വർഷമായി ഈ ഹോളിൽ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ വരുന്നെങ്കിലും എനിക്ക് നിന്നോടാണ് ഇഷ്ടം. നോക്കണമേ, അതുവരെ നല്ല ബലത്തിൽ നിന്നവരെല്ലാം ചങ്കുറ്റത്തോടെ രക്തത്താൽ ജയം പറഞ്ഞുകൊടുത്തവരെല്ലാം പിശാചിനെ കണ്ടപ്പോൾ ഓടിപ്പോയി. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ദൈവത്തിന്റെ പൈതലെ, ഒരു ദൈവത്തിന്റെ പൈതൽ പെന്തക്കോസ്ത് ശക്തി പ്രാപിക്കുമ്പോൾ പിശാചിനെ കാണുമ്പോൾ ഓടിപ്പോകേണ്ടവരല്ല, അവനോട് എതിർത്തിപ്പി, പിശാചിനോട് എതിർത്തിപ്പി. എന്നാൽ അവൻ നിങ്ങളെ വിട്ടാൽ അവൻ ഓടിപ്പോകും, നിങ്ങൾ ഓടിപ്പോകാനല്ല. യേശുവിന്റെ അടുക്കൽ പിശാച് കടന്നു എങ്ങനെയാ? 40 ദിവസം യേശു ഉപവസിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, 10 മിനിറ്റ് ഞാൻ തെളിയിക്കാം. 40 ദിവസം യേശു ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിനെ വിശപ്പ് ഒരു അനുഗ്രഹം. ഈ വിശപ്പുണ്ടല്ലോ, എനിക്ക് വിശപ്പില്ലെന്ന് ഒരാൾ പറയുകയാണെന്നുണ്ടോ, എന്തോ കുഴപ്പം. അപ്പൊ നമുക്ക് വിശപ്പ് തന്നിരിക്കുന്നത് ഒരു അനുഗ്രഹം. എന്നാൽ കുറുക്കുവഴി തെരഞ്ഞെടുക്കാൻ പാടില്ല. പിശാച് ഒരു കല്ല് എടുത്തല്ല വന്നത്, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കാൻ. നിനക്ക് വിശക്കുന്നല്ലോ. ദൈവമക്കളെ, ഈ പിശാച് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് അറിയാമോ? ഈ കോൺഫറൻസ് നടക്കുമ്പോഴൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. കോൺഫറൻസ് അങ്ങോട്ട് കഴിയുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. ഈ കാത്തിരിപ്പോ നടത്തുമ്പോഴല്ല പിശാച് പ്രവർത്തിക്കുന്നത്, കാത്തിരിപ്പോ അങ്ങോട്ട് കഴിയുമ്പോഴാണ്. കൺവെൻഷൻ നടക്കുമ്പോഴല്ല സാധാരണ പ്രവർത്തിക്കുന്ന, കൺവെൻഷൻ അങ്ങോട്ട് കഴിയുമ്പോഴാണ്. നമ്മൾ വളരെ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉപവാസ സമയത്ത് സാധാരണ നടന്നു വന്നില്ല. ഉപവാസം കഴിഞ്ഞപ്പോ യേശു വിശന്നപ്പോ പരീക്ഷ നടത്തി വന്നു. ബലഹീന വർഷം വരുമ്പോൾ ഉടനെ സാത്താൻ അവിടെ കടന്നു വരും. നിനക്ക് വിശക്കുന്നില്ലോ, ഈ കല്ല് അപ്പമാണ്. ഉടനെ അവൻ പറഞ്ഞ വാചകം, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ. യേശു ക്രിസ്തുവിന്റെ അവകാശ പേരിൽ ഒരു പേരാണ് ദൈവത്തിന്റെ പുത്രൻ. യേശുവിന് 4 അവകാശ പേരുണ്ട്. ഒന്നവൻ അബ്രഹാമിന്റെ പുത്രനാണ്, 2 അവൻ ദാവീദിന്റെ പുത്രനാണ്, 3 അവൻ മനുഷ്യപുത്രനാണ്, 4 അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ അതേ ആ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ, അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ പലസ്തീനാറിന് അവകാശിയാണ്. അവൻ ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദ് സിംഹാസനത്തിന് അവകാശിയാണ്. അവൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ആദാമിന്റെ ഗോത്രത്തിന് അവകാശിയാണ്. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗ്ഗങ്ങൾക്ക് അവകാശിയാണ്. അപ്പോൾ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പേര്, ദൈവത്തിന്റെ പുത്രൻ എങ്കിൽ നമ്മൾ എന്ന് പറയാം, നീ ചോണയുള്ള അപ്പന്റെ മകനാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെയാണ് സാത്താനെ വന്നത് പരീക്ഷിക്കുക. അതിൻ്റെ അകത്ത് സംശയാർത്ഥോട് നിശ്ചയാർത്ഥവും. ഉടനെ കർത്താവ് കൊടുത്ത മറുപടി അറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ആ സമയത്ത് മനുഷ്യൻ ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞ യേശു തെളിയിക്കായിരുന്നു. മനുഷ്യൻ എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം മാനവജാതികളെല്ലാം ദൈവമക്കൾക്ക് വേണ്ടി യേശു മാതൃക കാണിക്കായിരുന്നു. അപ്പൊ സാത്താനെ ഓടിക്കുന്ന ഒരായുധം ദൈവത്തിന്റെ വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. സാത്താനോട് പരാജയപ്പെട്ടു. ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് പോകുന്നില്ല, സമയമില്ല. അവസാനം 2ാമത്തെ വിഷയം അറിയാമോ? ഈ സാത്താൻ യേശുവിനെ ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്ത് കൊണ്ടൊക്കെ ചിലരെ കൊല്ലം ഉണർവിന്റെ അറ്റത്ത് കൊണ്ടൊക്കെ ഉണർവിന്റെ അറ്റം. നാട്ടിലൊരാള് ഈ യോഗ നടന്ന സന്ദർഭത്തിൽ അവിടെ യോഗം നടക്കുക. ഒരാള് ഒരു മേശയിട്ടിട്ട് അതിന്റെ മുകളിൽ മേശയിട്ടിട്ട് അതിന്റെ മുകളിൽ മേശയിട്ടിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ മേശയിട്ടിട്ട് അതിന്റെ മുകളിൽ സ്പൂണിട്ട് അതിന്റെ മുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അവസാനം പുള്ളിക്ക് ഇറങ്ങാൻ വേണം. പുള്ളി പറഞ്ഞു, അവിടെ നിന്ന് രക്തത്താൽ ചെയ്ത എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ പാസ് നീ അവിടെ ഇല്ല പറയണമെന്ന്. ഈ ഇതിലൊന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത്. ഇവിടെ യേശുവിനെ സാത്താൻ കൊണ്ട് ദേവാലയ ഗോപുരത്തിന്റെ അറ്റത്ത് കൊണ്ട് കയറ്റി.
അതിൽ പറഞ്ഞ മാതിരിയാകും, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ കീഴോട്ട് ചാടുക, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്നറിഞ്ഞിരിക്കുന്നല്ലോ. യേശു ബൈബിൾ തപ്പിയപ്പോൾ സാത്താൻ ബൈബിൾ തപ്പി. അവൻ 91 സംഘത്തിൽ വാക്യം കണ്ടുപിടിച്ചിട്ട് വാക്യം വെച്ച് പറയാ എന്നറിഞ്ഞിരിക്കുന്നല്ലോ. ഈ സാത്താൻ കൊള്ളുന്ന അടവെന്നറിയാമോ? എളുപ്പത്തിൽ ഫേമസ് ആകാൻ കേട്ടോ. ഇങ്ങനെ പോയാലും ഫേമസ് ആകാൻ പറ്റത്തില്ല. നീ ഇത്ര അടി ഉയരത്തിൽ കീഴോട്ട് ചാടാമെങ്കിൽ പത്രത്തിലെല്ലാം വാർത്ത വരും. അപ്പൊ എളുപ്പത്തിൽ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഡിട്രോയിറ്റിലെ പാസ്റ്റർ ജോയിയോണ്ട് ചർച്ചയിൽ ഒരു കമ്മീഷന് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു ഉദാഹരണം പറയുന്നതായി. ഞാൻ സി ജോസഫ് പാസ്റ്റർ കോട്ടയക്കാരാണ്. ഈ കോട്ടയത്ത് ഈ ഒരു വലിയ വാട്ടർ ടാങ്ക്, ഈ വാട്ടർ ടാങ്കിന്റെ മുകളിൽ ഒരുത്തൻ ഒരു പെര വെച്ചു. കോട്ടയത്ത് ഒരു വാട്ടർ ടാങ്ക്, നമ്മുടെ അച്ഛനും അച്ഛനും ഞങ്ങളെല്ലാം ഒരു നാട്ടുകാർ കുഞ്ഞപ്പി പാസ്റ്റർ പറയുന്ന. അപ്പൊ ഈ വലിയ വാട്ടർ ടാങ്കിന്റെ മുകളിൽ ഒരുത്തൻ ഒരു പെര വെച്ച് അവിടെ താമസമാണ്. രാവിലെ ജോലിക്കാര് അതിലൂടെ കടന്നു ചെയ്തിട്ടുണ്ടല്ലോ. നോക്കിയപ്പോൾ ഒരു മുകളിൽ അനക്കം, ആ അനക്കം നോക്കി ഒരുത്തൻ പെര വെച്ച് വാട്ടർ ടാങ്കിന്റെ മുകളിൽ പെര വെച്ച് അവിടെ താമസിക്കും. ഉടനെ അവനോട് പറഞ്ഞു ഇറങ്ങി വരണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറ്റുന്നു ഇവർ എന്താ ഇറങ്ങുമോ പെട്ടെന്ന് എസ് ഐ എന്ന് പറഞ്ഞു. ഒരു അപകട സ്ഥാനത്ത് ഒരാൾ ഇരിപ്പുണ്ട്, എത്രയും പേര് അവൻ ഇറക്കണം പറഞ്ഞു. ഇത് എസ് ഐ പോലീസുകാരെല്ലാം പെട്ടെന്ന് വാട്ടർ ടാങ്കിൽ ഇറങ്ങും. വാട്ടർ ടാങ്കിൽ വന്നിട്ട് അവനോട് പറഞ്ഞു ഇറങ്ങി വേണം. ഉടനെ ഈ ബോഡി പെര വന്നിരിക്കുന്നവൻ പറഞ്ഞു ഞാൻ വർത്തിക്കണം. എസ് ഐയോട് പറയും. ഉടനെ എസ് ഐ പറഞ്ഞു നിന്നെ ഞങ്ങൾ ഇറങ്ങും. ഉടനെ ഈ ബോഡി ഇരിക്കുന്ന ഭ്രാന്തം പറയാണ് എടാ ഒരുത്തൻ എങ്ങനെയെങ്കിലും ഉയർച്ച ഭാവിച്ച നിനക്ക് അവനെ എല്ലാം താഴെ എടോ വാട്ടത്തായിലെ മോളിൽ കയറിയിരിക്കുന്നതാണോ ഉയർച്ച. ഇന്ന് പലരും എളുപ്പത്തിൽ ഫേമസ് ആകാൻ വാട്ടത്തായിലെ മോളിൽ കയറിയിരിക്കുക, എവറസ്റ്റിന്റെ മോളിൽ കയറുക, ഇത് എന്തെല്ലാം കസർത്തുകളാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഫേമസ് ആകാൻ ആവശ്യമില്ലാതെ ഒരുപാട് ദിവസം വല്ലവരുടെയും ലേഖനം മോഷിച്ചെടുത്തിട്ട് അവരുടെ ലേഖനാക്കി ലേഖനം എഴുതുക. എളുപ്പത്തിൽ ഫേമസ് ആകാൻ ചെയ്യുന്ന ഓരോ പരിപാടികൾ ഭ്രാന്തം പറയാ. ഒരുത്തൻ്റെ ഒന്ന് എങ്ങനെയെങ്കിലും ഉയർച്ച പ്രാപിക്കാൻ നോക്കിയാൽ നിനക്ക് അവനൊക്കെ താഴെയാണ്. പിന്നെ എസ് ഐ പിടിച്ചെന്ന് ഇറക്കി ഞാൻ വിഷയത്തെ കണ്ടുവിട്ട് അതൊരു ഭ്രാന്തം കാണിച്ച പരിപാടി. ഞാൻ പറഞ്ഞ വിഷയം തന്നെയാമോ? യേശു പറഞ്ഞ കീഴോട്ടിയാണ് നിന്റെ കല്ല് തട്ടിപ്പാടിപ്പോ നിന്നെ കുറിച്ച് അതെ നിന്റെ കയ്യിൽ വായിച്ചോളുന്നു നിന്നെ കുറിച്ച് അത് എഴുതിയിരുന്നല്ലോ. പറഞ്ഞേ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു വചനം അറിയാമല്ലോ എന്നാൽ അവനെ മക്കൾ വയസ്സുകളിലേക്കാൻ വിടാം എന്ന് വെച്ചു. എന്നാൽ ഈ അവിടെ ചെയ്തു തരാമോ? യേശു വന്ന് മറുപടി എന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. സാധാരണ ഒരു സത്യത്തിന്റെ ഒരു വശം വെച്ചാ പറയുന്നത്. എന്നാൽ അതിന്റെ ഒരു മറുവശങ്ങളുണ്ട്. എന്നും കൂടെ നിങ്ങളെ വാക്യം വായിച്ചിട്ട് ആർക്കെയും വായിക്കുന്നു എന്നും കൂടെ എഴുതിയിരിക്കുന്നല്ലോ. മനസ്സിലോ? സാധാരണ നീ ഒരു വർഷം പറഞ്ഞു എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. സാത്താൻ പരാജയപ്പെട്ടു. നോക്കണമേ, യേശു ബൈബിൾ വന്നപ്പോ സാത്താൻ ബൈബിൾ വന്നു അത് പരീക്ഷിച്ചു നോക്കി, പരാജയപ്പെട്ടു. എന്നാൽ യേശു ബൈബിൾ മടങ്ങി, തിരുവചനം മടങ്ങിയില്ല. മൂന്നാമത് അവിടെ ഉയർന്ന ഒരു മലയുടെ മോളിൽ കയറ്റി. മലയുടെ മോളിൽ കയറ്റിയിട്ട് പറഞ്ഞു ഈ കാണുന്നെല്ലാം എന്നതാ കാനഡയും ഗൾഫ് രാജ്യങ്ങളും അമേരിക്ക എല്ലാം കൊണ്ട് കാണിച്ചു. ഈ കാണുന്നെല്ലാം എന്നതാ വീണെന്നും നമസ്കരിക്കാമെങ്കിൽ ഇതെല്ലാം ഇവിടെ തന്നെ. നമ്മുടെ ആരാധന തട്ടിപ്പറിക്കാനുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതൃ നമ്മൾ ആത്മാവിൽ പെന്തക്കോസ്ത് ശക്തി പ്രാപിച്ച് ആരാധിക്കുന്നില്ലേ? നമ്മുടെ ആരാധന തട്ടിപ്പറിച്ച് അവിടെ നാളായി നമ്മളെ ഇല്ലാതാക്കുക, നമ്മുടെ കോൺഫറൻസ് ഇല്ലാതാക്കുക. ഇനി കോൺഫറൻസ് നടക്കാതിരിക്കാം. സാത്താൻ പ്രവർത്തിക്കുന്ന അളവ് മനസ്സിലാക്കി ഇന്ന് തൽക്കാലം ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് സാത്താൻ തന്ത്രങ്ങളെ ജയിപ്പ ഇന്ന് തൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കൊടുത്ത മറുപടി എന്ന് അറിയാമോ? സാത്താനെ എന്നെ വിട്ടു പോ. നോക്കണമേ, ഇതുവരെ സാത്താനെ എന്നെ വിട്ടു പോകുന്ന കർത്താവ് പറഞ്ഞില്ല. ആരാധനയുടെ വിഷയം വന്നപ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലെ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നിന്റെ ആരാധന തിരിച്ചു മറിച്ച് നഷ്ടപ്പെടുത്തിക്കളവാൻ ശ്രമിക്കുമ്പോൾ ആരാധന വിഷയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന വിഷയത്തിൽ ആത്മാവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ദൈവത്തെ ജനമെല്ലാം ഒട്ടക്കെട്ടായിരിക്കണം. നമ്മുടെ ആരാധന തട്ടിപ്പറിച്ച് അലങ്കോലമാക്കുവാൻ സാത്താൻ ഇടം കൊടുക്കരുത്. യേശുവിന്റെ മറുപടി നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നിരിക്കുന്നു. നമ്മുടെ ആരാധന ആത്മാവിലായിരിക്കണം. നമ്മുടെ ആത്മാവ് ആരാധന പെന്തക്കോസ്ത് ശക്തിയായിരിക്കണം. ഇന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഓടിൽ
കർത്താവിനും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുവി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സർവ്വായുധം ധരിച്ചോണ്ടി നമുക്ക് എല്ലാവർക്കും എടുക്കാം. നമ്മളെല്ലാവരും ആരാധിച്ചിട്ട് പോകാവുന്നു. ഇന്ന് പലകാലം ആരാധന ശക്തി, പെന്തക്കോസ്തിന്റെ ശക്തി, ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുവി. എല്ലാവർക്കും അറിയാം അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ ആത്മാവിനെ നിറഞ്ഞ അല്പസമയം ആരാധിക്കാം. എല്ലാ തങ്ങളുടെ കരങ്ങളെടുത്ത് ആരാധിക്കാം. പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്തെങ്കിലും സ്വന്തത്തിന്റെ ഉള്ളിൽ നിന്ന് തിരുവനന്തപുരം പറയുന്ന പോലെ ഈ നഗരത്തിൽ നദികൾ ഓടുകയോ ആരാധിക്കാം. എല്ലാ ബലഹീനതയും മാറിപ്പോട്ടെ. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവ ആത്മാവിനെ ബലപ്പെടുത്തട്ടെ.